ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എവരെയും സ്വാഗതം ചെയ്യുന്നു. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമായിരിക്കുമെന്ന് പരിശോധിക്കാം. മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാലും എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ ഉൾപ്പെടുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 4 ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. 17-ാം തീയതി രാവിലെ 7:53 സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് സംക്രമിക്കും. ചൊവ്വ 18-ാം തീയതി വൈകിട്ട് 8:18 മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും. ബുധൻ 7-ാം തീയതി ഉച്ചയ്ക്ക് 1:33 ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് സംക്രമിക്കും. ശുക്രൻ 2-ാം തീയതി 1:44 PM കന്നി രാശിയിൽ നിന്നും തുലാ രാശിയിലേക്ക് സംക്രമിക്കും. ഈ രാശിമാറ്റം മൂലം മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ചാരഫലത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. അത് എപ്രകാരമാണെന്ന് പരിശോധിക്കാം. പൊതുവെ ഈ കൂറിൽ ജനിച്ചവർക്ക് ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. ചില ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ മറ്റു ചില ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചാരഫലത്തിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും കൂടി കലർന്നാണ് അനുഭവപ്പെടുക. ഇപ്പോൾ അനുഭവപ്പെടുന്ന ദശാകാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാരഫലത്തിന്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും കാര്യമായി അനുഭവപ്പെടുന്നത്. അനുകൂല സമയമാണെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടുകയില്ല, ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടും. ഇപ്പോഴത്തെ ദശയും അപഹാരവും അനുകൂലമല്ലെങ്കിൽ ചാരഫലത്തിൽ അനുഭവപ്പെടുന്ന ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുകയും ഗുണഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജാതകവശാൽ ഇപ്പോഴത്തെ സമയം നല്ലതാണോ മോശമാണോ എന്ന് പരിശോധിച്ച് ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തിയാൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ ഇടവരും. മാസത്തിന്റെ ആദ്യ പകുതി സൂര്യൻ ഈ കൂറുകാർക്ക് അനുകൂലം ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥാനാന്തര പ്രാപ്തി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ജീവിതത്തിൽ വലിയ ഒരു ഉയർച്ചയ്ക്ക് അവസരം ഉണ്ടാകും. പ്രത്യേകിച്ചും കർമ്മരംഗത്താണ് കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ഒരു ജോലി ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. തികച്ചും സമാധാനപരമായ ഒരു തൊഴിൽ അന്തരീക്ഷം ഇവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ പ്രമോഷനോ അനുകൂലമായ സ്ഥലമാറ്റങ്ങളോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ തങ്ങൾക്ക് സഹായികളായിട്ട് തങ്ങളുടെ പിന്നാലെ കൂടുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ധനപരമായിട്ടും വലിയ ഉയർച്ച ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. വിവിധ മേഖലയിൽ നിന്നും സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ ഉള്ളവർക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് മെച്ചപ്പെട്ട ഒരു ധനസ്ഥിതി കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യപരമായും കൂടുതൽ അഭിവൃദ്ധി നേരിടും. രോഗദുരിതങ്ങൾ വന്ന് ചികിത്സകൾ നടത്തി വന്നിരുന്ന ഈ കൂറുകാർക്ക് ചികിത്സകളൊക്കെ അവസാനിപ്പിക്കുവാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ കഴിയുന്നതാണ്. ചികിത്സകൾക്ക് ചിലവാക്കിയിരുന്ന തുക തങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റുവാൻ ഈ കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിൽ അവസരമുണ്ടാകും. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും വലിയ പുരോഗതി ഈ മാസത്തിൽ അനുഭവപ്പെടും. സുഹൃത്തുക്കൾക്ക് അനുഭവപ്പെടുന്ന പുരോഗതി മൂലം തങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും സഹകരണവും എന്നത്തേക്കാൾ ഉപരി വർദ്ധിക്കുകയും അതിന്റെ ഫലമായിട്ട് കുടുംബാന്തരീക്ഷം കൂടുതൽ സമാധാനപൂർണമാകുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. ജീവിതത്തിലുടനീളം കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ഈ കൂറുകാർക്ക് അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വന്നു ചേരുകയും ചെയ്യും. മനസമാധാനവും സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടും. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ സഹവസിക്കുവാനുള്ള അവസരവും ഈ കൂറുകാർക്ക് വന്നു ചേരും. സംഭോഗ സുഖം എന്നത്തേക്കാൾ ഉപരിയായി സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് അനുഭവപ്പെടും. ബന്ധുബലവും ഈ കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തോടെ കൂടുതലായി അനുഭവപ്പെടും. ബന്ധുബലത്തിന്റെ പിൻബലത്തിൽ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുവാനും കൂടുതൽ അഭിമാനത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഉണ്ടാകും. ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇവരെ കാത്തിരിക്കുന്നത്. തങ്ങളുടെ വാക്കുകൾ ശിരസ വഹിക്കാൻ ധാരാളം ആളുകൾ തങ്ങൾക്ക് പിന്നാലെ അണിനിരക്കുന്ന കാഴ്ച ഈ കൂറുകാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിൽ അനുഭവപ്പെടും.
വളരെ അകന്ന ബന്ധുക്കളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുവാനും അവരുടെ സഹായങ്ങൾ ലഭിക്കുവാനും സെപ്റ്റംബർ മാസത്തോടെ അവസരം ഉണ്ടാകും. കൂടുതൽ ബന്ധങ്ങൾ രൂപപ്പെടുവാനും അതിലൂടെ ബന്ധുക്കളുടെ സഹായം കൂടുതലായി ലഭിക്കുവാനും ഇവർക്ക് അവസരമുണ്ടാകും. സന്താനപരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നിരുന്ന ദമ്പതിമാർക്ക് അവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നതിന് അനുകൂലമായ സമയമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകാത്തവർക്ക് അതിനുള്ള അവസരമാണ് സെപ്റ്റംബർ മാസത്തോടെ വന്നു ചേരുക. അതുപോലെ സന്താനങ്ങൾ മൂലം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നിരുന്നവർക്ക് അതെല്ലാം വിട്ടുമാറും. തങ്ങളുടെ സന്താനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉദ്യോഗവും ഒക്കെ ലഭിക്കുവാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ്. മക്കളെ ഓർത്ത് വളരെ കാലമായി ദുഃഖിച്ച് ജീവിച്ചു വന്ന ഈ കൂറുകാർക്ക് ആ ദുഃഖങ്ങളെല്ലാം വിട്ടുമാറി സന്താനങ്ങളെ ഓർത്ത് സന്തോഷിക്കാനുള്ള അവസരം വന്നു ചേരും. തങ്ങളുടെ ഗുരുജനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള അവസരവും ഈ കൂറുകാർക്ക് ലഭിക്കും. ഗുരുജന സന്തോഷം മൂലം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ പല പുണ്യകർമ്മങ്ങളും പൂർത്തീകരിക്കുവാൻ ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ബുദ്ധിപരമായി വലിയ മികവ് ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം പുലർത്തുവാൻ അവസരം ലഭിക്കും. ജീവിതത്തിന്റെ വിവിധ മേഖലയിൽ മികച്ച രീതിയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുവാനും അതുമൂലം ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കുവാനും ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. ധാതുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം. കൃഷിക്കാർക്ക് അതുപോലെ കച്ചവടക്കാർക്കും ഒക്കെ അനുകൂലമായ സമയമാണ്. കൃഷിയിൽ നിന്നും എന്നത്തേക്കാൾ ഉപരിയായ ലാഭം ഈ മാസത്തിൽ ഇവർക്ക് വന്നു ചേരും. അതുപോലെ കച്ചവടം ചെയ്യുന്നവർക്കും പതിവിൽ കവിഞ്ഞ ലാഭം സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് ലഭിക്കും. സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന ഈ കൂറുകാർക്ക് സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്നതാണ്. സുബ്രഹ്മണ്യ പ്രീതിയിലൂടെ ജീവിതത്തിൽ നടക്കാതിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ ഇവർക്ക് സാധിക്കും. ധനപരമായി ഉയർച്ചയും ആരോഗ്യപരമായ ഉയർച്ചയും അതുപോലെ അഭീഷ്ടകാര്യസിദ്ധിയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. എങ്കിലും ചില മുൻകരുതലുകളൊക്കെ ഈ കൂറുകാര് ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടതാണ്. സംഭോഗ സുഖത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള ചില ഇടപെടലുകളൊക്കെ ബാഹ്യ ശക്തികളിൽ നിന്നും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അത്തരം ശക്തികൾക്കെതിരെ ഒരു കരുതൽ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ചില രോഗലക്ഷണങ്ങൾ കാണുവാൻ സാധ്യത ഉള്ളതിനാൽ രോഗ ആരംഭത്തിൽ തന്നെ വൈദ്യസഹായം തേടുന്നത് കൂടുതൽ സഹായകമായിരിക്കും. അഗ്നിയിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമൊക്കെ ഉപദ്രവം ഉണ്ടാകുവാൻ കൂടുതൽ സാധ്യത ഉള്ളതിനാൽ ഇത്തരം ശക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികമായി ചില പ്രയാസങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ മനസ്സിന്റെ പ്രയാസം മൂലം ശാരീരികമായ ക്ഷീണം കൂടുതൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില അവസരങ്ങളിൽ സ്വകർമ്മങ്ങൾക്ക് തടസ്സം വരുന്ന രീതിയിലുള്ള പ്രവർത്തനം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ സ്വകർമ്മങ്ങൾ തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. വിദ്യ, കീർത്തി, ധനം ഇതൊക്കെ ചില വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യത ഉള്ളതിനാൽ ധനപരമായ ഇടപാടുകളിലും അതുപോലെ മറ്റുള്ളവരുമായി ഏർപ്പെടുന്ന സന്ദർഭങ്ങളിലുമൊക്കെ പ്രത്യേകം ജാഗ്രത പുലർത്തുന്നത് ഉത്തമമായിരിക്കും. ഹൃദ്രോഗ സംബന്ധമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന ഈ കൂറിൽപ്പെട്ടവര് രോഗ ദുരിതങ്ങൾ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പായലാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ കൂറുകാരുടെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കുവാൻ സഹായിക്കും. അവതാര വിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കുന്നതും അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നതും ദോഷങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നതിനും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിനും സഹായിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി മുന്നേറിയാൽ ഈ കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വലിയ സംതൃപ്തിയും സൗഭാഗ്യവും സെപ്റ്റംബർ മാസത്തിൽ അനുഭവപ്പെട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.